ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 781 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം റോമർ 8 അധ്യായം 6 തിരുവചനമാണ്. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഒരിക്കൽ ഒരു തോണിക്കാരൻ ഒരു വലിയ നദിയിലൂടെ തൻ്റെ തോണി തുഴഞ്ഞ് യാത്ര ചെയ്യുകയായിരുന്നു. കുറെ ദൂരം ചെല്ലുമ്പോൾ ഈ നദി 2 പിരിയുന്നുണ്ട്. ഒന്ന് ശാന്തവും സുരക്ഷിതവുമായ പാതയാണ്, മറ്റൊന്ന് വേഗത്തിലൊഴുകുന്ന അപകടകരമായ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് നീങ്ങുന്ന പാതയാണ്. ഈ തോണിക്കാരൻ ശ്രദ്ധയില്ലാതെ അപകടകരമായ ഈ പാതയിലേക്ക് തോണി തിരിച്ചപ്പോൾ അത് കണ്ടു നിന്ന ഒരാളിങ്ങനെ വിളിച്ചു പറഞ്ഞു, എടോ, താൻ പോകുന്ന വഴി ശരിയല്ല, അതിലൂടെ പോയാൽ താൻ മരിച്ചു പോകും. തോണിക്കാരൻ ഈ മുന്നറിയിപ്പിനെ മുഖവിലക്കെടുത്തു. വേഗത്തിൽ തൻ്റെ തോണി സുരക്ഷിതമായ ഈ പാതയിലേക്ക് അയാൾ തിരിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ 2 വഴികളുണ്ട്. ഒന്ന് ജീവന്റെ വഴിയും മറ്റൊന്ന് മരണത്തിൻ്റെ വഴിയും. ഇതിലേത് വഴിയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. ദൈവത്തിൽ വിശ്വസിച്ച് ദൈവവചനത്തിൽ ആഴപ്പെട്ട് സത്യസന്ധതയും നീതിയുമുള്ള പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവന്റെ വഴിയോ, അതോ ലൗകിക മോഹങ്ങളിൽ മുഴുകിക്കൊണ്ട് അഹങ്കാരത്തോടെ ദൈവത്തെ മറന്നുള്ള, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മരണത്തിൻ്റെ വഴിയോ? നമുക്ക് പ്രതിദിനം നമ്മുടെ ചിന്തകളെയും മനസ്സിൻ്റെ വ്യാപാരങ്ങളെയെല്ലാം പരിശോധിക്കാം. പല വഴികളിലൂടെ നമുക്ക് ലഭിക്കുന്നതായ മുന്നറിയിപ്പുകൾ, വചനത്തിലൂടെയും സുവിശേഷത്തിലൂടെയും മുതിർന്ന ആളുകളിലൂടെയും അധ്യാപകരിലൂടെയും ഒക്കെ ലഭിക്കുന്ന മുന്നറിയിപ്പുകളെ മുഖവിലക്കെടുക്കാം. നമുക്ക് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ആത്മീയതയിൽ വളരാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അവിടുത്തോട് ചേർന്ന് ജീവിക്കുവാൻ, അങ്ങയോട് പ്രാർത്ഥിക്കുവാൻ, ആത്മീയതയിൽ വളരുവാൻ എന്നെ സഹായിക്കണമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.